പിന്നെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സമുദായവും ഒരു സമൂഹവും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും വലിയ പരിധി വരെ തങ്ങളുടെ ശത്രുക്കൾ ആരാണ്, തങ്ങളുടെ മിത്രങ്ങൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴും എല്ലാ വിഭാഗത്തിനും വന്നിട്ടില്ല. കുറച്ച് വിഭാഗങ്ങൾക്കുണ്ട്, പക്ഷെ ഭൂരിപക്ഷത്തിനും അത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന പിന്നെ രാഷ്ട്രീയമായിട്ടും പിന്നെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കൂട്ടുകൂടുന്ന ആളുകൾ ഭൂരിപക്ഷവും സവർണ ഹിന്ദുക്കളാണ്, നായന്മാരൊക്കെയാണ്. അതേസമയത്ത് ഈഴവരും ദലിതരും ഒക്കെ വളരെ കുറവാണ്. അതേസമയത്ത് പിന്നെ ഈ മറ്റേ കക്ഷികൾ ഇപ്പൊ NSSകാരും ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മുസ്ലിമിനെ പോലും പിന്നെ വെക്കൂല. അവരെ മാധ്യമങ്ങളും പരമാവധി ഒരു ഒഴിവാക്കും. പക്ഷെ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 85 to 90% നായന്മാരും നസ്രാണികളാണ് വർക്ക് ചെയ്യുന്നത്. മുസ്ലിം മീഡിയയിൽ അങ്ങനെയാണ്. ഇപ്പൊ പ്രബോധനത്തിലായാലും മാധ്യമത്തിലായാലും സുപ്രഭാതത്തിലായാലും പിന്നെ വേറൊരു ചാനൽ ഉണ്ടല്ലോ, വേറൊരു മീഡിയ ഒന്നല്ല, വേറൊരു ചാനൽ ഉണ്ടല്ലോ, പിന്നെ മതപരമായ കാര്യങ്ങൾ മാത്രം ദർശനം. ഇതിലൊക്കെ ദർശനയിൽ വളരെ രസമാണ്. എനിക്ക് അവിടെ പോയ സമയത്ത് അവിടുത്തെ സ്റ്റാഫ്, അവിടെ RSSന്റെ ഒരു ട്രേഡ് യൂണിയൻ തന്നെ ഉണ്ട് അവർക്ക് അവിടെ. ദർശനയില് എന്നെ ഒരിക്കലും ഒരു വിഷയത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച അയാളുടെ മരണാനന്തരം അയാൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാതെ അവരുടെ ബന്ധുക്കൾ അയാളെ ഹിന്ദുമതാചാരപ്രകാരം ജയിപ്പിച്ചതിന്റെ പേരിൽ ഉള്ളൊരു വലിയ വിവാദം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ അഭിപ്രായങ്ങൾ ചർച്ച നടത്തുന്ന സമയത്തായിരുന്നു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവരിൽ വർക്ക് ചെയ്തൊരു പത്രപ്രവർത്തകൻ എൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ദർശനന്റെ ഗേറ്റിൽ വലിയ 2 ബോർഡ്, അതായത് ഭാരതീയ മസ്ദൂർ സംഘ്, ദർശനയിലെ ഭാരതീയ മസ്ദൂർ സംഘ് തൊഴിലാളികൾ പണിമുടക്കുന്നു. ഞാനത് കണ്ടപ്പോൾ അമ്പത്. കാരണം LICയിലും പിന്നെ അതേപോലെ തന്നെ മറ്റു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ബോർഡുകൾ ഉണ്ടാവാറുണ്ട്. കാരണം BJPയുടെ ഒരു ഇതാണല്ലോ. ഞാൻ ഇങ്ങനെ അമ്പരുന്നത് അകത്ത് ചെന്നപ്പോൾ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു പാവം മനുഷ്യൻ ഇരിക്കുന്നത്. അയാളോട് ഞാൻ ചോദിച്ചല്ല ഈ ബോർഡ് എന്താണ്? അത് അവര് കുറച്ച് പേരുണ്ട്. ഞാൻ പറഞ്ഞ അത് 10-30 പേര് കാണും. എത്ര പേരുണ്ട് സ്റ്റാഫ്? അത് 72 പേര്. അതായത് 78 പേര് 30 പേര് അവരാണെന്ന്. അത് കഴിഞ്ഞിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ള അതിന്റെ ചീഫ് ആളുകളുണ്ടല്ലോ, മറ്റേ എക്സിക്യൂട്ടീവ്, അങ്ങനെ ഡയറക്ടർ, അങ്ങനെയുള്ള വന്ന ആള് 2-3 പേര് വന്ന് എല്ലാവരുടെ പേരും മറ്റേ ഈ ഇതുണ്ട്, മഞ്ഞ സാധനം ചുറ്റിയ ആളുകളാണ്. പിന്നെ ഞാൻ പ്രതീക്ഷ, ഞാനതിനെ വൈറ്റ് എടുക്കുന്ന നമ്മളെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യം ഉണ്ടാവും, ഞാൻ പറയുന്നത് ഞങ്ങൾ ഇടുമോ? ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പരമാവധി നോക്കാമെന്ന്. എങ്ങനെ കട്ട് ചെയ്താലും അവർക്ക് കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞിട്ട് പോലും ഞാൻ നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ചെറുപ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് അവർ അവസാനിപ്പിച്ചു. അപ്പോൾ സുപ്രഭാതത്തിൽ ധാരാളം പിന്നെ ആളുകളുണ്ട്, അന്നേ ഉണ്ട്, പിന്നെ നായന്മാരുണ്ട്, നസ്രാണികളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് മാധ്യമങ്ങളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ ഏതൊരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ തലമുറയെ മോൾഡ് ചെയ്യുന്ന സുപ്രധാനമായ മേഖലകളാണ്. ആ മേഖലകളിൽ ഒരിക്കലും ഒരു സ്വബോധമുള്ളൊരു സമുദായം പിന്നെ ശത്രുക്കളെ ഏൽപ്പിച്ചു കൊടുക്കില്ല. പക്ഷെ നിർഭാഗ്യവശാൽ എന്താ പറയട്ടെ, ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ ഇപ്പോഴും സാധിക്കാതെ പോയിട്ടുള്ള നമ്മുടെ സമുദായം മുസ്ലിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുറച്ചൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലാതെ ബേസിക്കലായിട്ട് ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയം അവിടെയാണ്. അതെ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വർഗീയവാദികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന സമുദായമാണ് കേരളീയ സമൂഹത്തിൽ ഏറ്റവും മതേതരരായ സമൂഹം എന്നുള്ളത് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത്തരം ഡാറ്റകൾ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ ഇത്തരം വസ്തുതകൾ പറയാൻ കേരളത്തിലെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്.